വിശുദ്ധമായ ഖുർആനിലെ ആയത്ത് നബിദിനാഘോഷത്തിന് തെളിവായി. വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഓതുമ്പോൾ അത് സ്വഹാബത്തിന് പരിചയമുണ്ടോ? അത് താബിഈങ്ങൾക്ക് പരിചയമുണ്ടോ? സ്വഹാബത്തിനും താബിഈങ്ങൾക്കും പരിചയമില്ലെങ്കിൽ അത് ശരിയല്ല എന്ന് വരുത്തി തീർക്കാനുള്ള വിഫലമായ കുടില കുതന്ത്രമാണ് ഇവരുടെ വിഷയാവതരണത്തിലൂടെ ഇവർ നടത്തിയത്. ഞങ്ങൾ വിശുദ്ധമായ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നബിദിനാഘോഷത്തിന് തെളിവ് പറയുമ്പോൾ അതിന് ഇവർ പറയുന്നത് വിഷയാവതരണത്തിനും പറഞ്ഞത് അത് സ്വഹാബത്തിന് പരിചയമല്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നാണ്. എന്നാൽ ഇവർ തന്നെ നിങ്ങളുടെ നേതാക്കൾ കേരള ജംഇയ്യത്തുൽ ഉലമയെ നിങ്ങൾ ഉണ്ടാക്കിയത് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കൊണ്ടാണ്. ആയത്തിനാണ് തെളിവ്. ഏതാ? വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഉന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് എന്ന ആയത്ത് ഓതിയിട്ട് ഇവര് നമ്മൾ ഓതുമ്പോൾ പറയും ഫല്യഫറഹു, അത് അംറല്ലേ, അത് വുജൂബിനല്ലേ എന്നൊക്കെയാണ് ഇവർ പരിഹസിക്കാറുള്ളത്. ഇനി നോക്കുക, ഈ ആയത്ത് തെളിവാക്കിയാണ് നിങ്ങൾ സംഘടന രൂപീകരിച്ചത് എന്ന് നിങ്ങളുടെ അൽമനാറു തന്നെ തെളിയിക്കുകയാണ്. നിങ്ങളുടെ അൽമനാറിൽ വളരെ കൃത്യമായി അതിന്റെ ഒറിജിനൽ കോപ്പി അവിടെ ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ അൽമനാറിൽ വളരെ കൃത്യമായി ഈ ആയത്ത് ഓതിയിട്ടാണ് ഇവർ സംഘടനയുണ്ടാക്കാനുള്ള തെളിവ് പറഞ്ഞത്. ഇത് ഏത് സ്വഹാബി പറഞ്ഞു? ഇത് താബിഈങ്ങൾ പറഞ്ഞു. എന്തായാലും ആ കാര്യത്തിൽ തർക്കമില്ലല്ലോ. സഹാബികൾ ചെയ്തിട്ടില്ല, താബിഈങ്ങൾ ചെയ്തിട്ടില്ല, താബികൾ ചെയ്തിട്ടില്ല. ഇത് തർക്കമില്ലല്ലോ, അത് നിങ്ങൾ സമ്മതിക്കുന്നു. അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആസാറുണ്ട്. ആസാർ മുസ്ലിം നബി ഉണ്ടാക്കാൻ തെളിവല്ല. അത് ഈ മുഖാമുഖ അടക്കം ഈ സംവാദം അടക്കം ആസാർ പെടും. നിയത്ത് ശരിയാണെങ്കിൽ. നിയത്ത് മോശമാണെങ്കിലോ ആസാറും സയ്യയിലും പെടും. അതാണ് ആസാർ. അല്ലാതെ നിങ്ങൾക്ക് ഉള്ള ഇബാദത്ത് ഉണ്ടാക്കാൻ തെളിവല്ല ആസാർ. പിന്നെ സംഘടന ഉണ്ടാക്കാൻ തെളിവ് ഈ ആയത്ത്. അത് ആരെ പറഞ്ഞു? ഇവിടെ സംഘടന അല്ല വിഷയം. ഇവിടെ ആ സംഘടന കാട്ടിക്കൂട്ടാൻ ഈ ഖുറാഫാത്ത വിഷയം. അതവിടെ വിഷയം. സംഘടന ഉണ്ടാക്കിയിട്ട് ഈ ഉമ്മത്തിനെ മൊത്തം ശിർക്കിലേക്കും ഖുറാഫാത്തേക്കും കൊണ്ടുപോകണ്ടല്ലോ. ആ ശിർക്കും ഖുറാഫാത്തും എവിടുന്ന് കിട്ടി? അത് ദീനിലുണ്ടോ? അതാ വിഷയം ഇവിടെ. അല്ലെ സംഘടന ഉണ്ടാക്കൽ ഇബാദത്താണ് നമ്മൾ അത് പറഞ്ഞിട്ടില്ല. നബിദിനാഘോഷം ഇബാദത്താണ് ഞങ്ങളുടെ വാദം. അതുകൊണ്ട് ചർച്ച ഇവിടെ. സംഘടന ഉണ്ടാക്കൽ ഇബാദത്ത് പറഞ്ഞിട്ടില്ല. സംഘടന ഉണ്ടാക്കാൻ ആമായ തെളിവ് മതി. ആ തെളിവാണ് ഈ ആയത്ത് വൽതകും മിൻകും ഉമ്മ. നിങ്ങൾ ഉണ്ടായിക്കോടി. നമ്മൾ ചോദിച്ചില്ലല്ലോ. നമ്മുടെ വാദം എന്താ? സമസ്ത എന്ന സംഘടന വിരാത്താണ് എന്നാണോ വാദം? അല്ലല്ലോ. അത് തർക്ക വിഷയമേ അല്ല. നിങ്ങൾക്ക് ദീനും അതേപോലെ ദുന്യാവും കൂടി മിക്സ് ചെയ്തു. അത് നിങ്ങൾക്ക് പഴിച്ചത്. നിങ്ങളെ സ്വന്തം അർത്ഥം വെച്ചു അവിടെ പഴിച്ചു. അപ്പൊ സംഘടന ഉണ്ടാക്കാൻ ആ ആയത്ത് തന്നെയാണ് തെളിവ്. അതുകൊണ്ട് സഹാബി പറഞ്ഞിട്ട് നിങ്ങൾ തെളിവ് തന്നെയാണ്. കാര്യം ഇബാദത്ത് ഉണ്ടാക്കുകയല്ല, ഇങ്ങനെ കൂട്ടിച്ചേർക്കുകയല്ല, പുതിയൊരു ആചാരം ഉണ്ടാക്കുകയല്ല. ആമായ തെളിവില്ലെന്ന് പൊതുവായ കാര്യം നമുക്ക് ഏത് നിർമ്മിക്കാം. അവിടെയാണ് ഇമാം ഷാഫി പറഞ്ഞ അൽ ബിദഅത്തു ബിദഅത്താനി. അത് നിങ്ങളെ വക ദുർവ്യാഖ്യാനിച്ചതാണ്. ഇമാം ഷാഫി പറഞ്ഞു വായിച്ചത് ഇമാം ബൈഹഖിയുടെ മനാഖിബ് ഷാഫിയിൽ നിന്ന് അൽ ബിദഅത്തു ബിദഅത്താനി എന്ന് പറഞ്ഞ ബിദഅത്ത് നബി ഉണ്ടാക്കാൻ തെളിവായി പറഞ്ഞതല്ല. പുതിയ നിസ്കാരം ഉണ്ടാക്കാൻ തെളിവായി പറഞ്ഞതല്ല. പുതിയ ദിക്ർ ചൊല്ലാൻ തെളിവായി പറഞ്ഞതല്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ ടീം ഉണ്ടാക്കി അവരെ പേരിട്ട് പോകണമെങ്കിൽ അത് വേണം തെളിവാക്കാൻ പറ്റും. ഒരു ഇബാദത്ത് വിശുദ്ധ ഖുർആനിലില്ലാതെ, ഹദീസിലില്ലാതെ, നബിക്ക് പരിചയമില്ലാതെ, സ്വഹാബത്തിന് പരിചയമില്ലാതെ, താബിഈങ്ങൾക്ക് പരിചയമില്ലാതെ, അയിമത്തുൽ പരിചയമില്ലാതെ, നൂറ്റാണ്ടുകളായ മുസ്ലിങ്ങൾക്ക് പരിചയമില്ലാതെ പിന്നെ സിയാക്കൾക്ക് ആദ്യം പരിചയപ്പെടുക. സിയാക്കൾ കൊണ്ടുവരാം, പിന്നെ ഒരു മുല്ലാ ഉമർ കൊണ്ടുവരിക, പിന്നെ രാജാവ് കൊണ്ടുവരിക. എന്നിട്ട് പറയാം ഇത് ഓർമ്മ ചെയ്തിട്ടില്ലെങ്കിൽ നല്ലത് തന്നെയാണ്, അതിന് ആയത്തിന്റെ ഹദീസ് ഉണ്ട്.